ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ദാമ്പത്യ ബന്ധത്തിലുണ്ടല്ലോ, നിങ്ങൾ ആണുങ്ങള് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങള് ഭാര്യമാരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ കുറച്ച് പിന്നോട്ടല്ലേക്ക, പിശുക്കന്മാരല്ലേക്ക? അത് ഓക്കെ ആയിരിക്കും. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾ എന്താന്ന് പറയുക, ഞങ്ങൾ ഉള്ളിൽ സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങള് കുടുംബം നോക്കാനും വേണ്ടി നെട്ടോട്ടോടാണ്. ഇക്ക, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്റെ മാത്രം ഒരു പ്രശ്നമല്ല കേട്ടോ. മിക്കവാറും പെണ്ണുങ്ങൾ എന്നെ പറയുന്ന ഒരു പരാതിയാണ്, ഞങ്ങൾ സ്നേഹിക്കാറുണ്ട്, അതുകൊണ്ടല്ലേ ഞങ്ങളടുത്ത് പരാതി പറയാത്തത്. പക്ഷെ വേറെ ഒന്നുണ്ട്, നിങ്ങളും അത്ര മോശക്കാരൊന്നുമല്ല. 1-2 കുട്ടികളായി കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ സമീപനം നിങ്ങളതും ഇതുപോലെ തന്നെയാണ്. ഇതെന്താ പറയാത്തതെന്ന് ആലോചിച്ചിരിക്കരുത് ഇക്ക. ഞാൻ പറയട്ടേക്കാം, നമ്മുടെ കല്യാണം കഴിഞ്ഞ ഒരു നിമിഷമൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും നല്ല വണ്ടർഫുൾ ലൈഫ് ആയിരിക്കും അല്ലേ. കാരണം ഹണിമൂൺ ട്രിപ്പായിട്ടും പുറത്ത് പോലും വാങ്ങലും കഴിക്കലും ഡ്രസ്സ് വാങ്ങലും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും. അവർക്ക് വേണ്ടതും വേണ്ടാത്തതൊക്കെ നിങ്ങൾ ആണുങ്ങൾ വാങ്ങിക്കൊടുക്കും. കുറച്ച് കാലം കഴിയുമ്പോഴാണ് റെസ്പോൺസിബിലിറ്റീസ് തലയിൽ വരുന്നത് അല്ലേ. അപ്പോഴാണ് മുന്നോട്ടുള്ള ലൈഫിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് അല്ലേ. അപ്പം ജോലിയിൽ ബിസിയായി, ഇനി മുന്നോട്ടുള്ള കാര്യത്തിനെ പറ്റി ചിന്തയായില്ലേക്കാം. അപ്പം അതിൻ്റെ ജോലിയൊക്കെ വന്ന് കിടന്ന് അവന് ചിന്തകളെ ചിന്തിക്കാനുള്ള സമയം പിന്നെ ജോലി കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് പെണ്ണെന്താ വിചാരിക്കണമെന്നറിയാം, സത്യമാണ് കേട്ടോക്ക. പക്ഷെ പെണ്ണുങ്ങളെ കാര്യം പറയട്ടേക്ക, ഇനി മക്കളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അവരാണെന്നുണ്ടെങ്കിൽ മക്കളുടെ കാര്യത്തിൽ ഓവർ എന്താ പറയാ കൺസേൺ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും ആണുങ്ങളെക്കാട്ടി അല്ലേക്ക. അവർക്ക് അവരുടെ പഠിത്തത്തിലായിരിക്കണം, അവരുടെ ഭക്ഷണത്തിലായിരിക്കണം, അവരുടെ ആരോഗ്യത്തിലായിട്ടാണെങ്കിലും എല്ലാ കാര്യത്തിലും ഭാര്യമാര് ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് സ്നേഹക്കുറവല്ല ഈ 2 ഭാഗത്തും ഉള്ളത് കേട്ടോക്ക. പിന്നെ ഞാൻ പറയട്ടേക്ക, എന്നാലും ഉള്ള സമയത്തുണ്ടല്ലോ, നമ്മൾ വീട്ടിലുണ്ടാവുന്ന ആ സമയത്ത് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും കുറച്ച് സമയം ഒന്നിച്ചിരുന്ന് ഒരു ഫാമിലി ടൈമായി മാറ്റി വെച്ചാൽ അതൊന്ന് സംസാരിച്ചിരുന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ മക്കളെ കാണട്ടെ നമ്മുടെ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം. ഇതെന്താ അറിയോ, ചില ചിന്താഗതി എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഭാര്യാഭർത്താക്കന്മാർ പുറത്തു പോകുന്ന സമയത്ത്, ഒരു പ്രായമുള്ള ആൾക്കാർ പോകുന്ന സമയത്ത് ഈ പ്രായത്തിലപ്പം നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകുന്നതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു പേടിയുണ്ടാവും ഇക്ക. പക്ഷെ ഞാൻ പറയട്ടെ, കുറച്ച് പ്രായമായി കഴിഞ്ഞാലും അവരുടെ ലൈഫിൽ നമ്മളായിട്ടൊരു തടസ്സം നിൽക്കരുത്, നമ്മുടെ മക്കളാണെങ്കിലും അല്ലേ. എന്താ വെച്ചാൽ അവര് എന്താ പറയാ, ആ റൊമാൻറ്റിക് ലൈഫ് അവരുടെ പ്രായമായാലും വന്നോട്ടെ, ഒരു കുഴപ്പമില്ലേക്ക. കുറഞ്ഞ ലൈഫുള്ളൂ, സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാൻ വേണ്ടി നോക്കാല്ലേക്ക. സ്നേഹം പ്രകടിപ്പിക്കാൻ മാത്രമേ വിഷയമുള്ളൂ, അടി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആരെ മുന്നിലായാലും ഇല്ല. അത് മക്കളെ മുന്നിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ മക്കൾ നമ്മുടെ സ്നേഹം ഒരു എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടതെന്നും എന്താ പറയാ അവരുടെ സ്നേഹം കണ്ടിട്ട് അവരങ്ങനെ ജീവിച്ച് പഠിക്കട്ടെ അല്ലേക്ക. എന്തായാലും എല്ലാവരുടെ ലൈഫും നല്ല കളറാവട്ടെ കേട്ടോ. എല്ലാ എന്താ പറയാ കുറച്ച് പ്രായ ആൾക്കാരാണെങ്കിലും അവരുടെ ലൈഫിൽ റൊമാൻറ്റിക് ലൈഫൊക്കെ ആവട്ടെ. ഈ പുതിയ മോഡേൺ വേൾഡിൽ പറയുമ്പോൾ റൊമാൻറ്റിക് ആവുന്ന സ്നേഹതുല്യമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതെ. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ എത്തി നോക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ. നമ്മുടെ ലൈഫിലും നമുക്കും ഇല്ല ദാമ്പത്യം, കുടുംബങ്ങളും ഭാര്യയും ഭർത്താവും ഒക്കെ, അതിൽ നമ്മളും അഡ്ജസ്റ്റ് ആയി സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക അല്ലേ.